നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു ചെറിയ തിരുത്തലുണ്ട്. സംഭാഷണത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു 2 മഹിളകൾ തമ്മിലുള്ള സംഭാഷണം. വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, തേമനം, ഭർജം, അങ്ങനെ പല സാധനങ്ങൾ. അപ്പം അതിൽ 2 കാര്യങ്ങൾ തിരുത്താനുണ്ട്. ഗൃഞ്ജനകം എന്ന് പറയുമ്പോൾ അത് ഉള്ളിയാണ് ഉദ്ദേശിക്കുന്നത്, ക്യാരറ്റ് അല്ല. ക്യാരറ്റിന് ഗാജരം എന്ന് പറയും. നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ടായിരുന്നു ഗാജരം. ഹിന്ദിയിലും ഗാജരം തന്നെയാണ് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത്, ഞാൻ ഗൃഞ്ജനകം എന്ന് പറഞ്ഞത് ക്യാരറ്റ് എന്നാണ്, അതല്ല, ഉള്ളിയാണ് ഗൃഞ്ജനകം. അതുപോലെ കൂഷ്മാണ്ഡം. കൂഷ്മാണ്ഡം വേറെ, കൂഷ്മാണ്ഡകം വേറെ. കൂഷ്മാണ്ഡകം ആണ് മത്തങ്ങ, മറ്റേത് കുമ്പളങ്ങയാണ് കൂഷ്മാണ്ഡം. അത് രണ്ടും ഒന്ന് തിരുത്തണം. കൂഷ്മാണ്ഡം എന്ന് പറയുമ്പോൾ കുമ്പളങ്ങ, ആഷ് ഗോഡ് എന്ന് പറയും അതിന്. കൂഷ്മാണ്ഡകം എന്ന് പറയുമ്പോൾ അത് മത്തങ്ങ. ശരി, ഇനി നമുക്കൊരു സുഭാഷിതത്തിലൂടെ തുടങ്ങാം. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും, വളരെ പ്രശസ്തമായ ഒരു സുഭാഷിതമാണ്. ന ചോരഹാര്യം ന ച രാജഹാര്യം ന ഭ്രാതൃഭാജ്യം ന ച ഭാരകാരി വ്യയേ കൃതേ വർധത ഏവ നിത്യം വിദ്യാധനം സർവധനാത് പ്രധാനം. അപ്പം ഇതിൻ്റെ അവസാനം എന്താണ്? വിദ്യാധനം സർവധനാത് പ്രധാനം. സർവധനങ്ങളിൽ വെച്ച് പ്രധാനമായിട്ടുള്ളത് എന്ത് ധനമാണ്? വിദ്യയാകുന്ന ധനം. നിങ്ങളെല്ലാവരും അറിവാണല്ലോ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാധനം, അതിന് എന്താണ് പ്രത്യേകത? ന ചോരഹാര്യം. ചോരൻ, കള്ളന്മാർ അതിനെ കൊണ്ടുപോകില്ല, അതുകൊണ്ട് ചോരഹാര്യം അല്ല. രാജഹാര്യം ച ന. രാജാവിനും അതിന് നമ്മളിൽ നിന്ന് തട്ടി എടുക്കാൻ പറ്റില്ല. ടാക്സ് പോലെ ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ ന ഭ്രാതൃഭാജ്യം. ഇപ്പം എൻ്റെ സഹോദരന്മാരുണ്ട്, അപ്പം അവർക്ക് വീതിച്ചു കൊടുക്കേണ്ട ആ ഒരു ഇതുമില്ല. ന ഭ്രാതൃഭാജ്യം ന ച ഭാരകാരി. ബാക്കി എല്ലാ ധനമാണെങ്കിലും ഭാരം ഉണ്ടാവും അല്ലെ. സ്വർണ്ണമാണെങ്കിലും സ്ഥലമാണെങ്കിലും ഒരു ഭാരം ഉണ്ടാവും. പക്ഷെ ഇതിന് ഒരു ഭാരമില്ല. തലയ്ക്ക് നന്നായിട്ടുള്ള രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഭാരം ഉണ്ടാവില്ല. എന്നുവെച്ച ഭാരകാരി. പിന്നീടോ ഇപ്പം നമ്മൾ ചെലവഴിക്കുകയാണ്. ഈ ആചാര്യന്മാർ, ഈ നാരായണീയം ഗ്രൂപ്പിലുള്ള ആചാര്യന്മാർക്കൊക്കെ അറിയാം, കൂടുതൽ പഠിപ്പിക്കും തോറും കൂടുതൽ അറിവ് കിട്ടുമല്ലോ നമുക്ക്. വ്യയേ കൃതേ, അത് നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ വർദ്ധത ഏവ നിത്യം, അത് തീർച്ചയായിട്ടും വർദ്ധിക്കുക തന്നെ ചെയ്യും. നിത്യം വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെയാണ് വിദ്യാധനം സർവധനാത് പ്രധാനം. ഇത് ഏത് അറിവിനും ഇത് ബാധകമാണ്. ഇപ്പം സംസ്കൃതമാണെങ്കിലും നാരായണീയമാണെങ്കിലും ഭാഗവതമാണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന അറിവാണെങ്കിലും എല്ലാത്തിനും ഇത് ബാധകമാണ്. ശരി, ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇവിടെ ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട് സമീപേ, ഇത് ദൂരെ. പ്രശ്നഃ, സമീപേ ദൂരെ പ്രശ്നഃ. ഏഷഃ സഹ കഹ. സമീപേ ആണെങ്കിൽ ഏഷഃ പുല്ലിംഗ ശബ്ദം. ഇവിടെ ഞാൻ എം എന്ന് എഴുതിയിട്ടുണ്ട്, മാസ്കുലിൻ പുല്ലിംഗം. ആദ്യം ഞാൻ എല്ലാം വായിക്കാം. ഏഷ, സാ, കാ. ഫെമിനിൻ സ്ത്രീലിംഗമായതുകൊണ്ട് എഫ് എന്ന് എഴുതിയിട്ടുണ്ട്. തത്, തത്, കിം ന്യൂട്ടർ നപുംസക ലിംഗമായതുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഇതെന്താ 3 വിഭാഗങ്ങൾ? ഇത് സമീപത്തിൽ, ഇത് ദൂരത്തിൽ, അത് പ്രശ്നവാചക ശബ്ദങ്ങൾ. ഇനി കുറച്ച് ഉദാഹരണങ്ങളും എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഇവരായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഇത് പുല്ലിംഗ ശബ്ദങ്ങളാണ്. സുധാഖണ്ഡഃ. എന്താണ് സുധാഖണ്ഡഃ? ഇതാണ് സുധാഖണ്ഡഃ, ചോക്ക് പീസ്. സുധാഖണ്ഡഃ. പിന്നീട് അടുത്ത എന്താണ്? ബാഗ്. ബാഗിനാണ് സ്യൂതഃ, സ്യൂതഃ. പിന്നെ അടുത്തത് ഇല്ല കയ്യിൽ. ചഷകഃ, ഗ്ലാസ്. ഗ്ലാസിനാണ് ചഷകഃ. ഇത് 3 എണ്ണവും പുല്ലിംഗ ശബ്ദങ്ങൾ. സ്ത്രീലിംഗ ശബ്ദങ്ങൾ എന്താണ്? ലേഖനി, പേനയ്ക്ക് ലേഖനി എന്ന് പറയുന്നു. അങ്കനി, പെൻസില്. മാല, മാല എന്തായാലും എനിക്കില്ല. മാല, മാല തന്നെയാണ്. മാല ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദം. അങ്കനി, ലേഖനി ഈകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങൾ. ഇനി നപുംസകലിംഗ ശബ്ദം. വസ്ത്രം നമുക്കറിയാം, പുസ്തകം അറിയാം, ഉപനേത്രം കണ്ണട.
പിന്നെ ഇത് ഇവരായിട്ട് നമുക്ക് മുകളിൽ എഴുതിയിരിക്കുന്ന ശബ്ദങ്ങളായിട്ട് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. ഏഷഹ ഇത് പുല്ലിംഗ ശബ്ദമായതുകൊണ്ട് ഇവിടെ പുല്ലിംഗ ശബ്ദങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, അതായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഈ ആദ്യം കൊടുത്തിരിക്കുന്ന കോളത്തിലെല്ലാം പുല്ലിംഗ ശബ്ദങ്ങളായതുകൊണ്ട് കണക്ട് ചെയ്യേണ്ടത് ഈ പുല്ലിംഗ ശബ്ദങ്ങളോട്. ഏഷഹ സുധാഖണ്ഡഃ, ഈ സുധാഖണ്ഡം ചോക്ക് പീസ് എൻ്റെ അടുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഏഷഹ സുധാഖണ്ഡഃ. ഇതേ ഇത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയും സഹ സുധാഖണ്ഡഃ, ദൂരെ. അതുകൊണ്ടാണ് ദൂരെ. സമീപത്തിലിരിക്കുമ്പോൾ ഏഷഹ, ദൂരെ ഇരിക്കുമ്പോൾ സഹ സുധാഖണ്ഡഃ. ഇപ്പം ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, ഒരാൾക്ക് അറിയില്ല. ഏഷഹ കഹ, ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് വെച്ചിരിക്കുകയാണ് ചോക്ക് പീസ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഏഷഹ കഹ, ഇതെന്താണ്? അപ്പോൾ ഏഷഹ സുധാഖണ്ഡഃ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലില്ല ഈ ചോക്ക് പീസ്, ദൂരെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ എങ്ങനെ ചോദ്യം ചോദിക്കും? സഹ കഹ. അപ്പം എന്തായിരിക്കും ഉത്തരം? സഹ സുധാഖണ്ഡഃ. അതുപോലെ ഇത് സ്യൂതഃ എന്നാണ്. ചോദ്യം എങ്ങനെ ചോദിക്കും? ഈ സ്യൂതം എൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ഏഷഹ കഹ, സ്യൂതഃ എന്ത് ചോദ്യമാണ് എനിക്ക്? അപ്പോൾ ഏഷഹ കഹ, ഉത്തരം എന്തായിരിക്കും? സ്യൂതഃ. ഇത് സ്യൂതമാണ്. ഇനി ബാഗ് നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, അതെന്താണ് എന്ന് ചോദിക്കും. അതെന്താണ്? സഹ കഹ. അപ്പം സഹ സ്യൂതഃ. അതേപോലെ ഒരു ഇത് കൂടെ, ചഷകഃ. ചഷകഃ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കുകയാണ് ഇതെന്താണ്? ഏഷഹ കഹ. അപ്പോൾ ഉത്തരം എന്താണ്? ഏഷഹ ചഷകഃ. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണ് ഗ്ലാസ്, എന്നിട്ട് ഞാൻ ചോദ്യം ചോദിക്കുകയാണ് അതെന്താണ്? സഹ കഹ. അപ്പം എന്തായിരിക്കും ഉത്തരം? സഹ ചഷകഃ. സിമ്പിളാണല്ലോ. ഇനി ഇതേപോലെ തന്നെ സ്ത്രീലിംഗ പദം, അതിന് ഏഷഹ എന്നതിന് പകരം ഏഷാ, സഹ എന്നതിന് പകരം സാ, കഹ എന്നതിന് പകരം കാ ഉപയോഗിക്കുന്നു. ഇനി ലേഖനി എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ഇതെന്താണെന്ന് എങ്ങനെ ചോദിക്കും? ഏഷാ കാ. അപ്പം എന്തായിരിക്കും ഉത്തരം? ഏഷാ ലേഖനി. അതേ ലേഖനി നിങ്ങളുടെ കയ്യിലിരിക്കുന്നു, ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. അപ്പം സാ കാ, ഉത്തരം സാ ലേഖനി. ഇനി പെൻസിൽ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്, ചോദ്യം എന്തായിരിക്കും? സാ അല്ല, എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കുകയാണ്. അപ്പം ഏഷാ കാ, ഉത്തരം ഏഷാ അങ്കനി. ഇത് ഞാൻ തന്നെ ഉത്തരം പറയാണ്. ഇനി നമുക്കൊന്ന് മാറ്റി പിടിക്കാം. മാല നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്, എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പം എങ്ങനെയാ ചോദിക്കുക? ഞാൻ ചോദിക്കേണ്ടത് സാ കാ. അപ്പം ഞാൻ എന്ത് ഉത്തരം പറയും? സാ അല്ല, നിങ്ങളുടെ കയ്യിലാണ് മാല ഇരിക്കുന്നത്. അപ്പം എനിക്ക് ദൂരെയല്ലേ മാല? സാ മാല, മാല. ഇനി നിങ്ങൾ ഉത്തരം പറയണം. അപ്പം നിങ്ങൾ എങ്ങനെ ഉത്തരം പറയും? നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ തൊട്ടടുത്താണ് ഇരിക്കുന്ന മാല. ഏഷാ മാല. ഓക്കെ, ഉത്തരം ഉത്തമം. ഇനി നപുംസകലിംഗം. ഏതത് തത് കിം. നപുംസകം സമീപത്തിലിരിക്കുമ്പോൾ ഏതത്. ഏതത് വസ്ത്രം. ഇപ്പം എൻ്റെ അടുത്തിരിക്കുകയാണ്. ഏതത് വസ്ത്രം. ഏതത് പുസ്തകം. ഏതത് പുസ്തകം. പിന്നീടോ കണ്ണട ഉണ്ട് കയ്യിൽ. ഏതത് ഉപനേത്രം. ഇനി നിങ്ങൾ പറയണം ഇതെന്താണ്? ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. ഏതത് കിം. അല്ല, ഉപനേത്രം എന്ന് പറയുമ്പോൾ നപുംസകലിംഗ ശബ്ദമല്ലേ? അപ്പൊ നപുംസകലിംഗ ശബ്ദം ഏതത് തത് കിം. തത് കിം നിങ്ങൾ ചോദിക്കണം, കാരണം നിങ്ങൾക്ക് ദൂരെയാണ് ഉപനേത്രം. അപ്പൊ അത് എന്ത്? അപ്പൊ തത് കിം. ഞാൻ ഉത്തരം പറയുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? ഇത് ഉപനേത്രം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഏതത് ഉപനേത്രം. ഏതത് ഉപനേത്രം. സിമ്പിൾ അല്ലേ ഇത്? അപ്പൊ സമീപത്തിൽ, ദൂരെ, പ്രശ്നവാചക ശബ്ദ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.